ആഹാ, ഇവിടെ തന്നെ നിൽക്കുക. കറണ്ട് പോകാൻ സമയമായല്ലോ. വണ്ടി വന്നോളൂ. മുത്തശ്ശൻ വെറുതെ ആദ്യം പിടിക്കണ്ട. വണ്ടി വന്നിട്ടുണ്ട്. കറണ്ട് പോയ ഉടനെ ഇറങ്ങണം. ഒട്ടും വൈകിക്കരുത്. മനസ്സിലായി. നന്ദി വാക്ക് പറയാനായിരിക്കും താൻ വിഷമിക്കുന്നത്. തൻ്റെ നന്ദിയൊന്നും ഇവിടെ ആർക്കും വേണ്ടടൂ. സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വരിക, സംസാരിക്കുക, അത്രയൊക്കെ മതി. ഒരല്പം ദുസ്വാതന്ത്ര്യം എടുക്കുകയാണെന്ന് തന്നെ വെച്ചു. ഇത്തരം പ്രവൃത്തികളൊക്കെ അല്ലെങ്കിൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. കിട്ടുന്ന കാശിന് സ്മോൾ അടിച്ചാൽ മാത്രം പോരടാ. ഇടയ്ക്കൊക്കെ പെട്രോൾ അടിക്കണം വണ്ടിയില്. ഒന്ന് പോടെ ഗഡിയെ, ഇവൻ നമ്മളെ റോട്ടിലേക്ക് എടുത്തൂല. വണ്ടി എടുക്കണ. അണ്ണാ, നമ്മൾ വിചാരിച്ച പോലെ അവർ അവിടെ തന്നെ ഉണ്ട്. ഒരു കാർ കയറി രക്ഷപ്പെടാൻ നോക്കണ്. എന്താണ് കുന്തവും വടിവാളവും കേട്ട് വന്നു മാന്യമായിട്ട് നേരം തുടങ്ങിയോ? പട്ടളക്കാരന്ന് അറിഞ്ഞില്ലേട്ടാ. ആരസങ്ങളുടെ കൂടെ ഒരാള്. എന്റെ മോളാ, അവർക്ക് നല്ല സുഖമില്ല. ആശുപത്രി കൊണ്ടുപോവാ. അശോ, എനിക്കിത്തിരി ഭാഗത്തരൂ. കുറവാ ക്ഷമിക്കണം കേട്ടാ. ഇവിടെയും ഭയങ്കര കൊതുവാണല്ലോ ശങ്കരേട്ടാ. ശങ്കരേട്ട തെറിച്ചോ? ഡാ ശങ്കരേട്ട തൊങ്ങട്ടാ. ഇങ്ങള് കിടക്കണില്ലേ? മമാലിക, എവിടെ നീ? 2 ദിവസമായിട്ട് തരാത്ത എവിടെ ഇല്ല. അറിയണ എനിക്ക്. ഞാൻ മരിച്ചു എന്ന് കരുതിയാ നിങ്ങള്? എന്ത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ എന്നെ ഒറ്റി. അവനെ ഞാൻ എടുത്തോളാം. നിങ്ങളൊരാളുടെ കൊട്ടേഷൻ ആയതുകൊണ്ടാ അന്ന് രാത്രി തന്നെ വെട്ടിരാജനെ പണിയൊന്ന് എല്ലാവരെയും മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞത്. നീ അതൊന്നും പറയാതെ കാര്യം തെളിച്ചോറ. വെള്ളിയാഴ്ച രാത്രി തന്നെ ഞങ്ങൾ അവിടെ പണിയാൻ പോകുന്ന വിവരം വെട്ടിരാജൻ നേരത്തെ അറിഞ്ഞിരുന്നു. ഇവിടെ നിന്നാണ് വിവരം ചോർന്നത്. അതൊന്നുകിൽ നിങ്ങളല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഇന്ന് കുത്രവന്മാരെ കണ്ട എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവനെ ഞാൻ എടുത്തിരിക്കും. വണ്ടിയിട. നിങ്ങളറിയാൻ വേണ്ടി പറയാ, എന്നെ ചതിച്ചവൻ തന്നെയാ നിങ്ങളുടെ അനിയൻ ഷാനെയും ചതിച്ചത്. ഹാജരാൻ. എന്തുട്ടാ ഹാജരെ? അങ്ങനെ ഒന്നുമില്ല. എന്താടോ ജനപ്പ, നമ്മുടെ കള്ളത്തിലും ആൾക്കാർ ആട്ടം തുടങ്ങിയോ? ഇല്ലെന്നേ, അവനൊരബദ്ധം പറ്റിയതാ.
എല്ലാരുടെ മുമ്പ് വെച്ച് എങ്ങനെയാ രാജനെ പണിയെന്ന് ഒരു കൂസലും ഇല്ലാതെ അവനങ്ങോട്ട് പറഞ്ഞു. അതാ പറ്റിയ അബദ്ധം. അതൊന്നും താനിഞ്ഞ് പറയണ്ട. ദുർഗോർത്തനെ വെറുതെ വിടൂല. അവൻ എല്ലാത്തിനിട്ട് പണി തുടങ്ങിയിട്ട്. എന്തുട്ടേക്കാ ഞാൻ ഗഡികളെ കൂട്ടി അങ്ങിട്ട് വരാല. അത് വേണ്ട, ഓമാർ എനിക്ക് അത്ര വിശ്വാസം പോരാ. അതെന്തുട്ടേക്കാ അങ്ങനെ? നമ്മുടെ കാലി അങ്ങോട്ട് ശരിയല്ല. ഇമ്മായി നീ എത്ര പെട്ടെന്നും കൂടി വാ. വക്കീലേ, ദുർഗനൻകുട്ടി ഫാക്ടറിയിലേക്ക് വാ. അതേക്കാ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ട് ഗഡി മോശക്കാരനായ നിക്കല്ലേ എന്റെ കുറവ്. ദുർഗ വരുന്നേ. ശരിക്കാ. കാതരേ, ഓ, കണക്ക് കൃത്യമായിട്ട് എഴുതി വെക്കായിരുന്നു. എന്തേക്കാ? ആ തിരൂർ നാരായണനെ വിളിച്ചിട്ട് ഓട് കൊണ്ടുപോകാൻ പറ. അയാൾ ഇപ്രാവശ്യം ചെക്കാ തന്നിരിക്കണേ. അത് സാരില്ല, നാരായണല്ലേ. ഓ, ഇതിനു മുമ്പും ഒരു തവണ ഞാനും നിങ്ങളും കൂടി കുറെ സംസാരിച്ചതാ. ഇനിയിപ്പോ അങ്ങനൊന്നും വേണ്ട. ഹേയ്, നീ പറഞ്ഞൊക്കെ ശരി, സമ്മതിച്ചു. പക്ഷെ അക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ? ഇനിയിപ്പൊ എന്താ ചെയ്യാച്ച പറ ദുർഗ. പറയുന്നതൊക്കെ ഇനിയും ചോരില്ലെന്ന് എന്താ എത്ര ഉറപ്പ്? ഞാൻ വൈകിയ ആ, അന്നെ നോക്കിയിരിക്കായിരുന്നു. ഹാജരെ, ഇനിയിപ്പൊ ആരെ വിലക്കെടുത്താലും രാജനെ എന്നല്ല കോളനിയിൽ നിന്നൊരു കുഞ്ഞിനെ പോലും തൊടാൻ പറ്റില്ലെന്നാണ് അവന്മാര് പറഞ്ഞാ നടക്കണേ. ആ നാവാട്ടം നിക്കണെങ്കില് ചൂടാറും മുമ്പ് രാജനിട്ട് ചുട്ട പണിയണം. എടാ, അവന് പൂരിയാക്കണെന്ന്. ദുർഗ, ആ പന്നീന്റെ മോനെ എന്റെ കൂടപ്പറപ്പിനെടുത്തിട്ട് 4 ഒത്തിരിയായി. അതുകൊണ്ട് ചോദിക്ക, ഓണ്ടമ്മയ്യത്ത് എനിക്ക് എപ്പോ കാണാൻ പറ്റും? കൊച്ചിയിൽ നിന്ന് എൻ്റെ പിള്ളേര് വരുന്നുണ്ട്. അടുത്ത ചന്ത ദിവസം പട്ടാപ്പകല് തന്നെ രാജനെ ഒരു മാർക്കറ്റിലിട്ട് വെട്ടിയിരിക്കും. ഓലത്ത് പട്ടിത്തീട്ടം. എന്താ സേതു, കൊച്ചിന്ന് വല്ലൊരു പൊന്തിയാ? കൊച്ചിയിലൊക്കെ ആൾക്ക് മുലകുടിയൊന്നും മാറിയിട്ടില്ല. നീ വന്ന സേതോ? അവിടെ ആരും കാണുന്നില്ല. അപ്പുറത്തങ്ങനെ നോക്കാം. പോയി മരിക്കാൻ പറയടാ പന്നിയുള്ളടുത്ത്. അന്ന് വന്നോമാരെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഏത് നാലിന്റെ മകളുടെ കൊച്ചിന്ന് പൊന്തിയത്? മുലകുടി മാറ്റിയാണ് വെട്ടണത്.